വാർത്തകളിലേക്ക്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കോട്ടയം, കണ്ണൂർ, തലശ്ശേരി രൂപതകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥ നടക്കുകയാണ്. കണ്ണൂരിൽ ജോസഫ് പാംപ്ലാനിയാണ് പ്രതിഷേധ ജാഥ ഉദ്ഘാടനം ചെയ്തത്. ആ സമയത്ത് തന്നെയാണ് വിധി വന്നത്. നാളെയായിരിക്കും വിധി എന്നുള്ള വിവരം കോടതിയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അവിടെ പ്രോസിക്യൂഷൻ ഇതിനെ എതിർത്തു എന്നുള്ള വാക്കുകൾ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അമിത്ഷായുടെ വാക്ക് വെറും വാക്കാവുന്നു എന്നതിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? പക്ഷേ നാളത്തെ വിധിയിൽ പ്രതീക്ഷയുണ്ടെന്നാണ് കന്യാസ്ത്രീകളുടെ അഡ്വക്കേറ്റും ഒപ്പം ഷോൺ ജോർജും മറ്റ് പ്രോസിക്യൂട്ടറും ഒക്കെ പ്രതികരിച്ചിരിക്കുന്നത്. കണ്ണൂരിലെ ജാഥയുടെ വിവരങ്ങളിലേക്ക് പോവുകയാണ്. സുനിൽ ഐസക് ചേരുന്നുണ്ട്. സുനിൽ, നേരത്തെ ജാഥ നടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ വിധി വന്നിരിക്കുന്നത്. വിധിയിൽ ജോസഫ് പാംപ്ലാനി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണവും ജാഥയുടെ കൂടുതൽ വിവരങ്ങളും. കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരെ രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയാണ് ഇപ്പോൾ വിവിധ ക്രൈസ്തവ സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും വലിയ പ്രതിഷേധം ഉയരുന്നത് കേരളത്തിൽ തന്നെയാണ്. കേരളത്തിന്റെ എല്ലാ ഇടവകകൾ മുതൽ രൂപത, അതിരൂപത തലങ്ങൾ വരെ വലിയ തോതിലുള്ള പ്രതിഷേധ പരിപാടികൾക്കാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കണ്ണൂരിലും ഈ പ്രതിഷേധം നടക്കുന്നത്. കണ്ണൂർ, കോട്ടയം, ഒപ്പം തലശ്ശേരി രൂപതകളുടെ നേതൃത്വത്തിലാണ്, ഒപ്പം വിവിധ ക്രൈസ്തവ സംഘടനകളുടെ ഒക്കെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നത്. എന്തായാലും ജാമ്യം നാളെ ലഭിച്ചാൽ പോലും ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ആർച്ച് ബിഷപ്പ് അടക്കമുള്ള ആളുകൾ പങ്കുവയ്ക്കുന്നത്. അങ്ങനെ ലഭിച്ചാൽ പോലും വരും ദിവസങ്ങളിൽ ഇതുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതായത് സ്വാഭാവികമായും ഇതുകൊണ്ട് ഇത് അവസാനിക്കുന്നില്ല. കാരണം ഇനിയും വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കന്യാസ്ത്രീകൾക്ക് നേരെ, ക്രൈസ്തവ പുരോഹിതർക്ക് നേരെ ഒക്കെ ഉണ്ടാകും എന്നുള്ളൊരു ആശങ്ക ബിഷപ്പ് പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രമല്ല വിവിധ ക്രൈസ്തവ സംഘടനകളൊക്കെ അത്തരത്തിലുള്ളൊരു ആശങ്കയാണ് പങ്കുവയ്ക്കുന്നത്. എന്തായാലും കണ്ണൂർ നഗരത്തിൽ നൂറുകണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇപ്പോൾ വലിയ പ്രതിഷേധ പരിപാടി കണ്ണൂരിൽ നടക്കുന്നു. വായ മൂടിക്കെട്ടി ആർച്ച് ബിഷപ്പും ബിഷപ്പുമാരും അടക്കമുള്ള ആളുകൾ വായ മൂടിക്കെട്ടിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നിന്നാണ് ഈ പരിപാടി ആരംഭിക്കുന്നത്. അതിനുശേഷമാണ് ഇത് സ്റ്റേഡിയത്തിൽ സമാപിക്കും. സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിൽ വിവിധ പിതാക്കന്മാരും സംസാരിക്കുന്നുണ്ട്. ഇപ്പോ കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ ഫിലിപ്പ് അച്ഛൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതായത് എന്താണ് സഭയുടെ ഒരു പ്രതീക്ഷ അവസാനം? രണ്ട് ക്രൈസ്തവ സന്യാസിനിമാരെ അകാരണമായി തുറങ്കിലടച്ചിരിക്കുന്ന ജനരോഷമാണ് നമുക്ക് പിന്നിൽ കാണുന്നത്. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയില് ഭരണഘടനയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇവിടെ മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവും എല്ലാം ഇന്ത്യൻ പൗരന്മാരാണ്. പൗരന്റെ അവകാശങ്ങളെ ഹനിക്കുന്ന യാതൊരുവിധ പ്രവർത്തനവും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല. അത് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നാകുമ്പോൾ ഭരണകൂട ഭീകരതയാകും. ഇന്നലെ അമിത്ഷാ പറഞ്ഞിരുന്നൊരു വാക്കുണ്ടായിരുന്നു. അതായത് NIA കോടതി ജാമ്യത്തെ എതിർക്കില്ല, ജാമ്യം കിട്ടും എന്ന് ഉറപ്പ് പറഞ്ഞതാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാക്കിന് പോലും ഇത്ര വിലയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയോ? രാഷ്ട്രീയക്കാരുടെ ഉറപ്പ് എത്രമാത്രം വിശ്വസിക്കാമെന്ന് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇന്ന് ജാമ്യം കിട്ടിയിരുന്നെങ്കിൽ ആ ഉറപ്പ് ശരിയാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചേനെ. നാളെയെങ്കിലും അത് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എത്രയും പെട്ടെന്ന് സത്വര നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് സഭ കടക്കുന്നത്. അതെ, ഈ പ്രതിഷേധം ഇതൊരു തുടക്കം മാത്രം. ഇത് ലോകം മുഴുവൻ ഞങ്ങൾ ഈ പ്രതിഷേധാഗ്നി പടർത്തുന്നതാണ്. അതിലും ഇപ്പൊ നോക്കൂ, ഞാൻ എല്ലാവരോടും ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്. പക്ഷേ അപ്പോഴും ഈ കേരളത്തിലെ BJP നേതൃത്വം സഭയുമായി അടുക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. കേരളത്തിലൊരു നയവും പുറത്ത് മറ്റൊരു നയവും എന്നാണ്. അങ്ങനെ അത് ശരിയാണോ എന്നാണ് ചോദ്യം. സഭയ്ക്ക് ആരോടും പ്രത്യേക അടുപ്പമോ പ്രത്യേക അകൽച്ചയോ ഇല്ല. ആരോടും ഒരു ബാന്ധവുമില്ല. സത്യത്തിന് വേണ്ടി എപ്പോഴും നിലകൊള്ളുക എന്നുള്ളതാണ് സഭയുടെ ലക്ഷ്യം. ഈ നാട്ടില് ജനാധിപത്യം വാഴണം. ഭരണഘടന അനുശാസിക്കുന്ന ജനാധിപത്യ അവകാശങ്ങൾ എല്ലാവർക്കും ജാതി മത ഭേദമന്യേ ലഭ്യമാക്കണമെന്നാണ് സഭയുടെ നിർദ്ദേശം. ഓക്കെ, താങ്ക് യു. കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടറാണ് നമ്മളോട് സംസാരിച്ചത്. എന്തായാലും ജാഥ ഇവിടെ സ്റ്റേഡിയത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. വലിയ പ്രതിഷേധമാണ് കണ്ണൂർ നഗരം കഴിഞ്ഞ കുറച്ച് സമയമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവിധ ഇടവകളിൽ നിന്ന് നൂറുകണക്കിന് ഭക്തർ, വിശ്വാസികൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളും ഒക്കെ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവർക്കൊപ്പം ഈ സഭാ വിശ്വാസികൾക്കും നേതൃത്വത്തിനുമൊപ്പം ചേരുകയും കൂടി ചെയ്യുന്ന സാഹചര്യം കൂടി ഇവിടെ ഉണ്ട്. എന്തായാലും ഇന്നലെ അമിത്ഷാ പറഞ്ഞത് ഈ ഇത്തരത്തിൽ ജാമ്യാപേക്ഷ എതിർക്കില്ല, ജാമ്യം കിട്ടും എന്നായിരുന്നു. ആ ഒരു പ്രതീക്ഷ ഇന്നലെ ജോസഫ് പാംപ്ലാനി അടക്കമുള്ള ആളുകൾ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പങ്കുവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുമല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത്. സംസ്ഥാന സർക്കാരിനോട് ഇത് സംബന്ധിച്ച അഭിപ്രായം ചോദിച്ചപ്പോൾ സർക്കാർ അതിന്
ഇതിനെ എതിർത്ത് ഒരു നിലപാടെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സ്വാഭാവികമായും ആഭ്യന്തരമന്ത്രിയുടെ ഉറപ്പ് പോലും പാഴ്വാക്കാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതോടുകൂടിയാണ് കൂടുതൽ പ്രതിഷേധത്തിലേക്ക്, കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ മാറ്റാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ വിവിധ സഭാ നേതൃത്വങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തും രാജ്യത്തും മാത്രമല്ല ക്രൈസ്തവ സഭയ്ക്ക് വലിയ സ്വാധീനമുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി വലിയ പ്രതിഷേധം മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കും എന്നാണ് ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ പറയുന്നത്. ഈ രാജ്യത്ത് നടക്കുന്ന അരക്ഷിതാവസ്ഥ, ക്രൈസ്തവ വിശ്വാസികൾക്കെതിരായി ഉണ്ടാവുന്ന അവർക്ക് നേരിടുന്ന അരക്ഷിതാവസ്ഥയ്ക്കെതിരെ ലോകവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനമെന്നാണ് കത്തോലിക്ക സഭയുടെ പ്രതിനിധികളൊക്കെ നമ്മളോട് സംസാരിക്കുന്നത്. അത്തരത്തിൽ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാമെന്നുള്ള തീരുമാനത്തിലാണോ? നേരത്തെ വിധി വന്ന ഈ കോടതിയുടെ തീരുമാനം നാളെയാണ് വിധി എന്ന വിവരം വന്നതിന് ശേഷം പാംപ്ലാനി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ശക്തമായ രീതിയിൽ ഈ പ്രതിഷേധം കടുപ്പിക്കും എന്നുള്ള രീതിയിൽ. അതാണിപ്പോ 3 രൂപതകൾ കൂടി ചേർന്നൊരു വലിയ പ്രതിഷേധം കണ്ണൂരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. അത്തരത്തിൽ ഇനി എത്രത്തോളം ശക്തമാക്കുമെന്നാണ് പാംപ്ലാനിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്? അതിൽ ഈ മതപരിവർത്തന നിയമവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു പരാമർശം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞത് മതപരിവർത്തന നിയമം ദുരുപയോഗം ചെയ്യുന്നു എന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് സംസാരിക്കുന്നത് ചില തീവ്രവാദ സംഘടനകളാണ്, തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളാണ്. ആ സംഘടനകളെ നിലയ്ക്ക് നിർത്താൻ ഇപ്പോൾ ഭരണകൂടത്തിന് കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ എടുക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ജോസഫ് പാംപ്ലാനി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇത്രയും ഒരു കടുത്ത ഒരു ഭാഷയിലേക്ക് അദ്ദേഹം സംസാരിക്കുന്നത് എന്താണ് എന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബജറംഗദൾ എന്ന പേര് പോലും ചില ഘട്ടങ്ങളിൽ പറയാതിരുന്ന ആളാണ് ജോസഫ് പാംപ്ലാനി. പക്ഷേ കാര്യങ്ങൾ കുറെ കൂടി സങ്കീർണമാകുന്നു. ആ സാഹചര്യത്തിലാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ആലക്കോട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ബജറംഗദൾ തന്നെയാണ് ഇതിന് പിന്നിൽ. പക്ഷേ കേന്ദ്ര സർക്കാരിൽ വിശ്വാസമുണ്ട്, സർക്കാരിന്റെ ഭാഗത്ത് അനുകൂലമായ നിലപാടുണ്ടാകുമെന്നൊക്കെയുള്ള പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചത്. എന്നാൽ ഇടുക്കിയിലും പാംപ്ലാനി പിതാവ് ആ തരത്തിലുള്ള നിലപാടായിരുന്നു സ്വീകരിച്ചത്. പക്ഷേ ഇന്ന് എത്തിക്കുമ്പോഴേക്കും കാര്യങ്ങൾ അങ്ങനെയല്ല, മറ്റൊരു തലത്തിലേക്ക് അത് മാറുന്ന കാഴ്ച കാണുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾക്ക് പോലും വലിയ വിശ്വാസ്യതയില്ലാത്ത കാര്യങ്ങളിലേക്ക്, അത്തരം അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. സ്വാഭാവികമായും പ്രതിഷേധം ശക്തമാക്കുക എന്നത് തന്നെയാണ് സഭാ സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള അവരെ സംബന്ധിച്ച് അവരുടെ ഒരു വഴി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അത് തന്നെയാണ്. അത്തരത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നു. ഒപ്പം തുറന്നു തീർക്കുക എന്നൊരു നിലപാടിലേക്ക് മറ്റ് ആളുകൾ കൂടി എത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതിഷേധ പ്രസംഗങ്ങളിലും ഒപ്പം നിലപാടുകളിലും, പ്രത്യേകിച്ച് ഈ പാംപ്ലാനി ഉൾപ്പെടെയുള്ള സഭയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളുടെ പ്രതികരണത്തിൽ നിന്നും സംഘപരിവാറിനോട് ഇല്ലെങ്കിൽ BJP സർക്കാരിനോടുള്ള ഒരു പ്രതീക്ഷയിൽ, ഇല്ലെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു സഹകരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം സംഭവിച്ചതായി തോന്നുന്നുണ്ടോ? അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? നിന്നോട് നന്ദിയുള്ളവരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വാഭാവികമായി അത് തന്നെയാണ്. പക്ഷെ ഇപ്പോഴും പിതാവ് സംസാരിക്കുമ്പോൾ പറഞ്ഞത് കേന്ദ്ര സർക്കാർ വിശ്വാസമുള്ള കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണം, പ്രതീക്ഷ എന്നൊക്കെ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അങ്ങനെ ആകുമ്പോഴും ഇത്തരം തീവ്ര നിലപാടുള്ള ഹിന്ദുത്വ സംഘടനകളെ നിലയ്ക്ക് നിർത്താൻ കഴിയാതെ വരുന്നു എന്നത് സർക്കാരിന്റെ പരാജയമാണ് എന്ന് വളരെ വ്യക്തമായി കൃത്യമായി പാംപ്ലാനി പിതാവ് പറയുന്നുണ്ട്. മാത്രമല്ല ഇതിനേക്കാൾ കുറെ കൂടി കടുത്ത ഭാഷയിൽ മറ്റ് സഭാധ്യക്ഷന്മാർ BJP രംഗത്തിറങ്ങുന്നു. സ്വാഭാവികമായും അതുണ്ടാക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് കേരളത്തിലെ BJP നേതൃത്വത്തെയാണ്. കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം ചേർത്തുകൊണ്ട് ആ വോട്ട് ബാങ്കായി ക്രൈസ്തവ സമൂഹത്തെ കാണാമെന്ന പദ്ധതി, ഒരു വലിയ പദ്ധതി തന്നെ അവർ തയ്യാറാക്കിയിരുന്നു. ആ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളായിരുന്നു കഴിഞ്ഞ കുറെ നാളുകളായി ഈ BJP സംസ്ഥാന നേതൃത്വം എടുത്തിരുന്നത്. നമുക്കറിയാം, അരമനകൾ സന്ദർശിക്കുന്നു, കേക്കും മറ്റുമൊക്കെയായി അരമനകളിൽ എത്തുന്നു. മറ്റു പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ സഭാധ്യക്ഷന്മാരെ, പിതാക്കന്മാരെ അതിലെ ഒരു പ്രതിരോധം എങ്ങനെയാണ് എന്നുള്ളതാണ്. കാരണം സഭയും ഈ വിഷയത്തിൽ വളരെയധികം പഴികേൽക്കേണ്ടി വന്നൊരു സാഹചര്യം കൂടിയാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ. കാരണം നേതാക്കന്മാരാണെങ്കിലും മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ പരിഹാസത്തോടെ അതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതികരിച്ചിരുന്നു. നേരത്തെ സുനിൽ പറഞ്ഞതുപോലെ ഈ കേക്കുമായൊക്കെ ബന്ധപ്പെട്ട്, സൽക്കാരവുമായി ബന്ധപ്പെട്ടൊക്കെ. അപ്പം ആ രീതിയിൽ അതിനെ പ്രതിരോധിക്കൽ കൂടി ഈ ജാഥയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അവരുടെ പ്രസംഗത്തിൽ അത് ഉൾപ്പെടുത്തുന്നുണ്ട്. ആ വിമർശനത്തിനുള്ള മറുപടി ഉണ്ടോ? സഹനശക്തി അവിടുന്ന് പ്രദാനം ചെയ്യണമേ. സത്യത്തിനും നീതിക്കും വേണ്ടി
ഈ ലോക വളരെ ജീവിതയാത്രയിൽ പരസ്യമായി അതിനെ ഇതുവരെയും അവർ തള്ളിപ്പറയാൻ അനുഭവിച്ച സഭ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും തുടർന്ന് പ്രധാനപ്പെട്ട കാര്യം. വരുമ്പോൾ കാരണം സന്തോഷത്തോടെ അമലാൻ അത് കഴിഞ്ഞ ദിവസം സ്വീകരിക്കുവാനും ബന്ധപ്പെട്ട കാര്യം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്റെ അരമനയിലേക്ക് കേക്കും ഇടവുമായി ആരും വന്നിട്ടില്ല എന്ന പ്രതികരണമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇപ്പോ ഏറ്റവും ഒടുവിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ മീഡിയ വണ്ണോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് നമുക്ക് അങ്ങനെ ആരോടും പ്രത്യേക വിധേയത്വമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയോടും സഭയ്ക്ക് ആ പ്രത്യേക വിധേയത്വമൊന്നുമില്ല, അതൊക്കെ തെറ്റായ പ്രചരണം എന്ന നിലക്കാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോഴും നോക്കൂ, ഇപ്പോ കാസ പോലുള്ള സംഘടനകളൊക്കെ ഇടുന്ന പോസ്റ്റുകൾക്ക് താഴെ ക്രൈസ്തവ മതവിശ്വാസികൾ വലിയ രൂക്ഷമായ വിമർശനങ്ങളാണ് നടത്തുന്നത്. മാത്രമല്ല ഈ ചില വലിയ പ്രധാനപ്പെട്ട ചില ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരുടെയൊക്കെ സോഷ്യൽ മീഡിയ പേജുകൾക്ക് താഴെയൊക്കെ ആ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ രൂക്ഷമായി സഭാ നേതൃത്വത്തിന്റെ നിലപാടിനെ വിമർശിച്ച് രംഗത്തെത്തുന്നുണ്ട്. സ്വാഭാവികമായും എത്ര കാലം അത്തരത്തിൽ ഇങ്ങനെ ഒരു മൃദു സമീപനം സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ കുറെ കൂടി അതിശക്തമായ തലത്തിലേക്ക് ഒരു നിലപാട് സഭാ നേതൃത്വം എടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ പക്ഷേ ഇവരെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിനെ പിണക്കിയാൽ ഒരുപക്ഷെ അത് ജാമ്യത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നൊരു ആശങ്ക കൂടി സഭാധ്യക്ഷന്മാർക്ക് ഉണ്ട് എന്നാണ് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ജാമ്യാപേക്ഷയിൽ എന്താണ് തീരുമാനം എന്ന് കാത്തിരിക്കാം. അതിനുശേഷം അനുകൂലമാവുന്നില്ലെങ്കിൽ കുറെ കൂടി ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ സഭാ നേതൃത്വത്തിന്റെ തീരുമാനം. ശരി സുനിൽ.